ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർട്ടൻ ഹ്യൂമൻ ഹോർമോൺസിനെ കുറിച്ചാണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ, അല്ലെങ്കിൽ അത് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹോർമോൺസ് എന്താ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാൻ ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞു, ഫ്ലവറിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ, അല്ലെങ്കിൽ ആനിമൽസ് എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടെ പറയാൻ പറ്റുന്ന ഹ്യൂമൻ ബീയിങ്സ്, നമ്മുടെ ഹ്യൂമൻസിൽ കാണപ്പെടുന്ന ഹോർമോണും അവരുടെ ആക്ഷനും എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ രണ്ട് കൺട്രോളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. നെർവസ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെർവസ് സിസ്റ്റത്തിനും അതുപോലെ നമുക്ക് കൂടെ കൊണ്ടുപോകുന്ന ആളാണ്. നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡി ആക്ഷൻസിനെ അല്ലെങ്കിൽ ബോഡി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ പോകുന്ന ആളാണ് ഹോർമോൺസ്, അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാം. ജനറലായിട്ട് നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റം എന്നും കൂടെ പറയാൻ പറ്റും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റം പ്ലസ് എൻഡോക്രൈൻ സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ബോഡി കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ക്വിക്ക് ആക്ഷൻ ആണ്. പെട്ടെന്ന് തന്നെ ഒരു സഡൻ റിയാക്ഷൻ അവിടെ, അല്ലെങ്കിൽ ഒരു ക്വിക്ക് ആക്ഷൻ കൊടുക്കുന്നതാണ് നെർവസ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ഒരു നായനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിൽക്കുമോ? ഇല്ല. അത് നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓടാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മളൊരു തീക്കനൽ തൊടുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു തീ ചൂടുള്ളൊരു വസ്തുവിനെ തൊടുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൈ അതിൽ നിന്ന് പിൻവലിക്കും. എന്തുകൊണ്ടാണ്? അതൊക്കെ നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ഷൻ വഴിയാണ് വരുന്നത്. പക്ഷേ ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫങ്ഷൻ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതെന്താണ്? കുറച്ച് സ്ലോ റിയാക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എൻഡോക്രൈൻ സിസ്റ്റത്തിനൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ, എല്ലാത്തിനും ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇല്ല എന്നല്ല, സർട്ടൻ മോസ്റ്റ്ലി എൻഡോക്രൈൻ സിസ്റ്റം ആക്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹോർമോൺസിനെ കുറിച്ചാണ് പറയുന്നത്. മെയിനായിട്ട് വരുന്നത് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺസ് എന്താണ്, അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, തൈറോയ്ഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്തെല്ലാം സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡാണ് നമ്മുടെ മെറ്റബോളിസവുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ റോള് വഹിക്കുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ കൂടാതെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റെഗുലേഷൻ ഓഫ് മെറ്റബോളിസം ആൻഡ് ബോഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, റെഗുലേറ്റിംഗ് ദ ബോഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ മേജറായിട്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലേ. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിൻ ഫങ്ഷൻ, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മെയിൻ ഫങ്ഷൻ റെഗുലേറ്റിംഗ് ദ മെറ്റബോളിസം ആൻഡ് ബോഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ലാരിങ്സ് അല്ലെങ്കിൽ ആഡം സാമ്പിൾ മെൻസിലൊക്കെ അല്ലെങ്കിൽ മെയിൽസിലൊക്കെ എന്താണ്, ഇതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത്, കഴുത്തിയുടെ അവിടെ, കഴുത്ത് നെക്ക് റീജിയനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണാം അല്ലേ. അതെന്താണ്? ലാരിങ്സ് അല്ലെങ്കിൽ ആഡംസ് ആപ്പിളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ആഡംസ് ആപ്പിളിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്. കണ്ടല്ലേ ഇവിടെ, ഇതൊരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആണ്. ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടൊരു ഗ്ലാൻഡ് ആണ് എന്ത്, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ് എന്ത്, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നത് ലാരിങ്സിന് അല്ലെങ്കിൽ ആഡംസ് ആപ്പിളിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ട്രക്കിയനെ പൊതിഞ്ഞിട്ട് റാപ്പ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് രണ്ട് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോളിക്കുലാർ സെൽസും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പാരാഫോളിക്കുലാർ സെൽസുമാണ് ഉള്ളത്. ഇപ്പോൾ ഫോളിക്കുലാർ സെൽസും പാരാഫോളിക്കുലാർ സെൽസും ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുന്നത്. ദെൻ പാരാഫോളിക്കുലാർ സെൽസ് ആയിട്ട് കാണുന്നത് ഇതാണ് പാരാഫോളിക്കുലാർ സെൽസ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഫോളിക്കുലാർ സെൽസും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഫോളിക്കുലാർ സെൽസ് ആണ്. ഇതിനെ ഫോളിക്കുലാർ സെൽസിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ സ്ട്രക്ചേഴ്സ് ആണ് പാരാഫോളിക്കുലാർ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് ടൈപ്പ് സെൽസ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ കാണപ്പെടുന്നത്. രണ്ട് ടൈപ്പ് സെല്ലാണ്, ഫോളിക്കുലാർ സെൽസ് ആൻഡ് പാരാഫോളിക്കുലാർ സെൽസ്. ഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ പറയുന്നത്, നമ്മൾ ഈ
ഫോളിക്കുലാർ സെൽസ് ഇവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത്. പാരാഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് തൈറോക്സിൻ ആൻഡ് എന്ത് ഫോളിക്കുലാർ സെൽസ്. പാരാഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് കാൽസിറ്റോണിൻ. അപ്പോൾ മേജർ ഹോർമോൺസ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ മേജർ ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ആരാണ് തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് എന്നുള്ളത് പറയാം. ഫോളിക്കുലാർ സെൽസ് ആൻഡ് പാരാഫോളിക്കുലാർ സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ പാരാഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ തൈറോക്സിൻ ആൻഡ് പാരാഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ കോൾഡ് കാൽസിറ്റോണിൻ. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ പൊസിഷൻ പറഞ്ഞു, ഷേപ്പ് ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ. ഫോളിക്കുലാർ സെൽസ് ആൻഡ് പാരാഫോളിക്കുലാർ സെൽസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ദെൻ നമ്മുടെ രണ്ട് ഹോർമോൺസ് ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിനും അതുപോലെ പാരാഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിനും. നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരാണ് തൈറോക്സിൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു കോളം കൂടെ ഏത് കൈൻഡ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിനും പാരാഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ എന്നുള്ള ഹോർമോൺസിന്. എന്താണ് തൈറോക്സിൻ്റെ ഫങ്ഷൻസ് പറയുന്നത്? ദി കൺട്രോൾസ് മെറ്റബോളിസം ആൻഡ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിയിൽ നമ്മുടെ മേജർ മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മൾ മേജറായിട്ട് നമ്മൾ എടുക്കുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമുക്ക് എനർജി കിട്ടാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മെറ്റബോളിസം, അതിനെ എന്ത് ചെയ്യണം, ഡൈജസ്റ്റ് ചെയ്യണം, അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എനർജി ഒക്കെ കിട്ടുന്നതൊക്കെ എന്താണ്, മെറ്റബോളിസം വഴിയാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റിനൊക്കെ മെറ്റബോളിസം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ തൈറോക്സിൻ ആണ്. കൂടാണ്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ഇൻ ന്യൂ ബോൺ ബേബീസ് ആൻഡ് ചിൽഡ്രൻ. ന്യൂ ബോൺ ബേബീസിലും ചിൽഡ്രൻസിലും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രെയിൻ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ കുട്ടികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺസ് ചെക്ക് ചെയ്യാറുണ്ട്. എന്തിനാണ്? അവിടെ നോർമലി അവർക്ക് തൈറോയ്ഡ് പ്രോപ്പർ അവരെ റിക്വയർഡ് എമൗണ്ട് ഓഫ് തൈറോക്സിൻസ് അവിടെ ഉണ്ടോ എന്നുള്ളത് എന്താണ്, വളരെ ക്രൂഷ്യലാണ്. എന്തുകൊണ്ടാണ്? ബ്രെയിനിൻ്റെ ഡെവലപ്മെന്റ് നടന്നാൽ മാത്രമാണ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? തൈറോക്സിൻ ഹോർമോൺ ആണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട്, സ്കിൻ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എക്സെട്ര. ഇത് കൂടാണ്ട് തൈറോക്സിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹാർട്ടിൻ്റെ അതുപോലെ സ്കിൻ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒക്കെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളിലൊക്കെ നമ്മൾ വലിയ ആളുകളൊക്കെ ആവുന്ന സമയത്ത്, വലിയ ആളുകൾ എന്ന് പറയുമ്പോൾ അഡൾട്ടിൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ ഈ തൈറോയിഡ് ഹോർമോൺസിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. തൈറോയിഡ് ഇഷ്യൂ ഉണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ വരുന്ന തൈറോയിഡ് ഇഷ്യൂ ഒക്കെ വരുന്ന ആളുകളിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫെയിലർ ആവുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു തൈറോയ്ഡ് ഹോർമോൺ, തൈറോയ്ഡ് കണ്ടീഷൻ, തൈറോയ്ഡ് പ്രോപ്പറായിട്ട് അവർ നമ്മുടെ റിക്വയർഡ് എമൗണ്ട് തൈറോക്സിൻ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ എന്തായിരിക്കും? ഡിക്ലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് മോശമാവാൻ സാധ്യതയുണ്ട്. മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് മെറ്റബോളിസം ആൻഡ് കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ, then development of brain in newborn babies and children, and also helps to maintain the health of the heart, skin and reproductive system. Then another hormone ആണ് പാരാഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. അപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. ബട്ട് ഇവിടെ കാൽസിറ്റോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, കാൽഷ്യം ലെവൽ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഹോമിയോസ്റ്റാസിസ്, ബോഡിയുടെ ഫങ്ഷനിങ്, പ്രോപ്പർ ഫങ്ഷനിങ്ങിന് അത് ബാധിക്കും. കാൽഷ്യം ആണെങ്കിൽ ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഒരു പരിധിയിൽ നമ്മുടെ ഒരു റേഞ്ച് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ കൂടുതൽ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡി ഫങ്ഷനിങ്ങിന് അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറക്കാൻ സഹായിക്കുന്നത്, അത് നോർമൽ റേഞ്ചിലേക്ക് എത്താൻ സഹായിക്കുന്നത് ആരാണ്? കാൽസിറ്റോണിനാണ്. ഇപ്പോൾ
എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഒരു 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഈ 11നേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ 12 ഓർ 13 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ 11നേക്കാൾ ഗ്രേറ്റർ ദാൻ 11 എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാൽഷ്യത്തിൻ്റെ ലെവൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാൽസിറ്റോണിൻ അവിടെ ആക്റ്റീവ് ചെയ്തിട്ട് ആ ഒരു കാൽഷ്യത്തിന് എത്രയാണോ കൂടിയിട്ടുള്ളത് അതിനെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. എന്താണ് കാൽസ്യത്തിൻ്റെ, ആരെയാണ് കാൽസിറ്റോണിൻ ഹെൽപ്പ് ചെയ്യുന്നത്? കാൽസിറ്റോണിൻ, കാൽസി ആൻഡ് കാൽസ്യം, കാൽസി രണ്ടും എന്താണ്, കാൽസ്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൂട്ടുക എന്നുള്ളതല്ല, കുറക്കാൻ സഹായിക്കുക എന്നുള്ളത്, റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പം നമ്മളിവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, പൊസിഷൻ ഓഫ് ദ ഗ്ലാൻഡ് എവിടെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, അതിൻ്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും. അതെന്താണ് പൊസിഷൻ ഓഫ് ദ ഗ്ലാൻഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് in the lower front of the neck and just എന്താണ് just below the larynx എന്ന് നമുക്ക് പറയാൻ പറ്റും. ലാരിങ്സ് അല്ലെങ്കിൽ ആഡംസ് ആപ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ആൻഡ് ലാരിങ്സ് ആൻഡ് wraps around the trachea അല്ലെങ്കിൽ നമ്മുടെ വിൻഡ് പൈപ്പിനെ റാപ്പ് ചെയ്തിട്ടാണ് കാണുന്നത്. നമുക്ക് ആ പിക്ചറിൽ കറക്റ്റ് കാണാൻ പറ്റും. ലാരിങ്സിൻ്റെ തൊട്ട് താഴെ എന്നാൽ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയനെ റാപ്പ് ചെയ്തിട്ടാണ് കാണുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. കൂടാണ്ട് എന്താണ്, ഇറ്റ് ഇസ് എ ബട്ടർഫ്ലൈ ഷേപ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ആണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്നുള്ളത് പറയാൻ പറ്റും. ഏതൊക്കെ സെൽസ് ആണ് കാണുന്നത്? മേജറായിട്ട് 2 സെൽസ് ഉണ്ട്, ഫോളിക്കുലർ സെൽസും പാരാ ഫോളിക്കുലർ സെൽസും ആണ് കാണുന്നത്. ഫോളിക്കുലർ സെൽസ് ആൻഡ് പാരാഫോളിക്കുലർ സെൽസ് ആണ് കാണുന്നത്. ഇതിൽ 2 ഹോർമോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ ആണ് വരുന്നത്. തൈറോക്സിൻ എന്ന് പറയുന്നത് ഫോളിക്കുലർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പാരാഫോളിക്കുലർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. എന്താണ് ഫങ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. തൈറോക്സിൻ്റെ ഫങ്ഷൻസ്, ദേ കൺട്രോൾ ദ മെറ്റബോളിസം ആൻഡ് ബോഡി ടെമ്പറേച്ചർ. ഇവിടെ എഴുതുമ്പോൾ ബോഡി controls metabolism and body temperature, and it plays a crucial role in the development of brain and in newborn babies and children, and also helps to maintain the health of the heart, skin and reproductive system, etc. What are the functions? What is the function of the calcitonin? Whenever the calcium level in the blood increases, it helps to reduces the level of calcium in blood. Whenever the calcium level in the blood increases, or blood calcium level increases, or it reaches beyond the 11, it is greater than 11 milligram per deciliter, it helps to reduces the level of calcium in blood. These are the functions of thyroxine and calcitonin. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിലി ഫങ്ഷൻ, നമ്മുടെ മേ ബി ലൈഫ് സ്റ്റൈൽ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആവാം, നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഡിസീസ് കാരണമൊക്കെ there are certain fluctuation happens in the production of thyroxine and malfunctioning of the gland can lead to disease condition. So either fluctuation in the production of thyroxine ആവാം, അല്ലെങ്കിൽ ഗ്ലാൻഡിൻ്റെ മാൽഫങ്ഷൻ കാരണം certain disease അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are 3 conditions we have to discuss here. They are hyperthyroidism, hypothyroidism and goiter. ഹൈപ്പർതൈറോയിഡിസം, ഹൈപ്പർ മീൻസ് എന്താണ്? ഹൈപ്പർ മീൻസ് ഗ്രേറ്റർ ഓർ ഗ്രേറ്റർ എന്നുള്ളതാണ്, മോർ ദാൻ എന്നുള്ള രീതിയിൽ. ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലെസ് എന്നുള്ളതിനാണ്. ഹൈപ്പോ ആൻഡ് ഹൈപ്പർ എന്ന് പറഞ്ഞാൽ, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടിയത് എന്നുള്ളതും ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ് എന്നുള്ളതുമാണ് വരുന്നത്.
ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കൂടുതൽ തൈറോയിഡിസം. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോൺസിന്റെ എമൗണ്ട് കൂടുതലാണ്, സാധാരണത്തിലേക്കാളും കൂടുതൽ. നമ്മൾ പറഞ്ഞ നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ട് തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൈറോക്സിൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം കോസ് എന്താണ്? എക്സസീവ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ, ലാർജ് എമൗണ്ട് ഓഫ് തൈറോക്സിൻ ഈസ് സെക്രീറ്റഡ് എന്നുള്ളതാണ് കോസ് എന്ന് പറയുന്നത്. എക്സസ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ആണ്. അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരാൻ പറ്റുന്നത് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് മെറ്റബോളിസം, മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കൂടുതലാവാം. വെയിറ്റ് ലോസ്, നമ്മൾ പെട്ടെന്ന് നല്ല അത്യാവശ്യം തടിയുള്ള ഒരാൾ പെട്ടെന്ന് വെയിറ്റ് കുറയാണ്. ദെൻ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നമ്മൾ നോർമലി 72 ആണ് ഉണ്ടാവാറ് അല്ലേ, 72 ബീറ്റ് പെർ മിനിറ്റ്സ് ആണ്. അതിനേക്കാൾ കൂടുതൽ ബീറ്റ് ഉണ്ടാവുകയാണ്, ഹാർട്ട് ബീറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസം ആണ് എന്ന് പറയാൻ പറ്റും. ദെൻ എക്സസീവ് സ്വെറ്റിംഗ്, നമ്മൾ നോർമൽ ഒരു തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ നല്ല ചൂടുണ്ടാകുമ്പോൾ എന്താ നന്നായിട്ട് സ്വെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നോർമൽ കണ്ടീഷനിൽ എന്താണ്, ഒരു വലിയ കുഴപ്പമില്ലാണ്ട് ഒരു കാലാവസ്ഥയാണെങ്കിലും അവിടെയും എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നോർമലിനേക്കാളും നമ്മുടെ ബോഡിയിൽ നോർമലിനേക്കാളും ഉണ്ടാവുകയാണെങ്കിൽ അതും മേ ബി ഡ്യൂ ടു ഹൈപ്പർ തൈറോയിഡിസം. ആൻഡ് ആങ്സൈറ്റി, നമുക്ക് ഭയങ്കര വെറുതെ ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ് ആങ്സൈറ്റി അല്ലേ. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന വെറുതെ ടെൻഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്, എല്ലാത്തിലും എന്താണ് ആങ്ഷ്യസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആങ്സൈറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിനാവും. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് കഴിഞ്ഞാൽ എക്സസ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ആണ് പറയുന്നത്. അപ്പോൾ അതിന് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് മെറ്റബോളിസം, സഡൻ വെയിറ്റ് ലോസ് ഉണ്ടാവാം, ഹാർട്ട് ബീറ്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്, എക്സസീവ് സ്വെറ്റിങ്, ആങ്സൈറ്റി ഒക്കെ എന്താണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാവാം. ദെൻ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പോ മീൻസ് ലെസ് ആണ്, കുറഞ്ഞ അളവിൽ നമുക്ക് തൈറോയിഡിൽ നോർമൽ എത്ര തൈറോക്സിൻ വേണോ അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിൽ തൈറോയിഡ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. കോസസ് ദ റെഡ്യൂസ്ഡ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ, തൈറോക്സിഡ് കുറയുന്ന കണ്ടീഷൻ എന്താണ്? ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയാൻ പറ്റും. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെറ്റബോളിസം അവിടെ ഇൻക്രീസ് ചെയ്യായിരുന്നു പറഞ്ഞത്, ഇവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ബോഡി വെയിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹാർട്ട് റേറ്റ് സ്ലോസ് ഡൗൺ, കുറച്ച് 72 പെർ മിനിറ്റ് എന്നുള്ളത് കുറയാണ്. ഫാറ്റിക്, നമ്മൾ ഭയങ്കര ക്ഷീണം വരുന്നത്. ദെൻ കോൾഡ്, തണുപ്പൊന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്നത് എന്താണ്? ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷനിലാവാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഹൈപ്പർ ആവുന്ന സമയത്ത് എന്തൊക്കെ കൂടുന്നുണ്ട്? മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കൂടുന്നുണ്ട്, അതുപോലെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്, എക്സസീവ് സ്വെറ്റ് കൂടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ ആങ്സൈറ്റിയും നമ്മുടെ ടെൻഷനും കൂടുന്നുണ്ട്. എന്നാൽ അവിടെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ കുറയുന്ന ഒരു സംഭവം എന്താണ്? വെയിറ്റ് ലോസ് മാത്രമാണ്, അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നുണ്ട് എന്നുള്ളത്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ മെറ്റബോളിസം, ഹൈപ്പോ തൈറോയിഡിസം എന്തൊക്കെ കുറയുന്നുണ്ട്? ഇവിടെ മെറ്റബോളിസം കുറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ട് റേറ്റ് കുറയുന്നുണ്ട്, ഫാറ്റിക്, നമ്മുടെ ക്ഷീണം കൂടുകയാണ് അല്ലേ, ഫാറ്റിക് ആവുന്നുണ്ട്, ടോളറൻസ് ഓഫ് കോൾഡ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ, അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിലും ഹൈപ്പോ തൈറോയിഡിസത്തിലും വെയിറ്റ് ഇൻക്രീസ് എങ്ങനെ വരാം? വെയിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിൽ വെയിറ്റ് ലോസും ഹൈപ്പോ തൈറോയിഡിസത്തിൽ വെയിറ്റ് ഇൻക്രീസും ആണ്, വെയിറ്റ് ഗെയിനും ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ദെൻ തേർഡ് കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വേരിയസ് ഡിസോർഡേഴ്സ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ അയഡിൻ ഡെഫിഷ്യൻസി, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഗോയിറ്റർ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാൻ പറ്റുന്നത് സ്വെല്ലിംഗ് ഇൻ ദ നെക്ക് റീജിയൻ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്. നമ്മുടെ നെക്ക് റീജിയൻ നോർമലി ആഡംസ് ആപ്പിൾ മെയിൽസിൻ്റെ കേസിലുണ്ടാവും, പക്ഷെ അതല്ലാണ്ട് ഒരു എക്സസ് ആയിട്ടുള്ള, മെയിൽസിൻ്റെ കേസിൽ എക്സസ് ആണ്, അല്ലെങ്കിൽ ഫീമെയിൽസിൻ്റെ കേസിൽ ഒരു നെക്ക് റീജിയനിൽ സ്വെല്ലിംഗ് കാണുകയാണെങ്കിൽ അത് ഗോയിറ്റർ ആണെന്ന് പറയാം. അല്ലെങ്കിൽ സ്വോളോ ചെയ്യാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മൾ ഉമിനീര് ഇറക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇറക്കാൻ പറ്റാത്തൊരു കണ്ടീഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഗോയിറ്ററിന് കാരണമാവാം. അപ്പോൾ നിങ്ങൾ ടേബിൾ സോൾട്ടിനെ നമ്മൾ നോർമലി ഇപ്പോൾ അയഡൈസ്ഡ് ടേബിൾ സോൾട്ട് എന്നാണ് പറയാറ് അല്ലേ, അയഡൈസ്ഡ് ടേബിൾ സോൾട്ട് എന്നുള്ളതാണ് പറയാറ്. അപ്പോൾ ഇനി നമ്മുടെ പണ്ട് കാലത്തൊക്കെ എന്താണ്, അയഡിൻ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ പോലെ മത്സ്യം അല്ലെങ്കിൽ ഫിഷസ് ഒന്നും ഇത്രയും അബണ്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയഡിൻ്റെ റിച്ച് സോഴ്സ് ആയിട്ട് നമുക്ക് സ്മോൾ ഫിഷസ് എന്തായിരുന്നു? അയഡിൻ്റെ റിച്ച് സോഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്മോൾ ഫിഷസ് ഒന്നും ഇത്രയും കൺസ്യൂം ചെയ്യാത്തത് കൊണ്ട് തന്നെ ആളുകളിൽ ധാരാളം അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ഗോയിറ്റർ കണ്ടീഷൻ കൂടുതൽ. അയഡിൻ ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഗോയിറ്ററുമായിട്ട് ബന്ധപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, അയഡിൻ എന്ത് ചെയ്യണം? നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോക്സിൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അയഡിൻ നിർബന്ധമാണ്. അയഡിൻ എന്ന് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ തൈറോക്സിൻ്റെ സിന്തസിസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്.
ഉണ്ടാവില്ല. അയഡിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ് തൈറോക്സിൻ്റെ സിന്തസിസിൽ. അപ്പോൾ അയഡിൻ ഇല്ലാതായി കഴിഞ്ഞാൽ തൈറോക്സിൻ ഉണ്ടാവില്ല. തൈറോക്സിൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഗോയിറ്ററൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അയഡൈസ്ഡ് ടേബിൾ സോൾട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ ആവശ്യമായിട്ടുള്ള അയഡിന് ആളുകളിലേക്ക് എത്താതിരുന്ന സമയത്ത്, ഈ ഫിഷസ് ഒന്നും ഫിഷ് കൺസംഷനൊക്കെ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ അയഡിന് കിട്ടാനുള്ള ചാൻസ് കുറവായി. അങ്ങനെ ഗോയിറ്ററിൻ്റെ ഇൻസിഡൻസ് കൂടെ ചെയ്തപ്പോൾ അയഡൈസ്ഡ് ടേബിൾ സോൾട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ടേബിൾ സോൾട്ട് അവൈലബിൾ ആയിട്ടുള്ള ചീപ്ലി അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് എന്ത് ചെയ്തു, അയഡിൻ ആഡ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുകയാണെന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ 3 കണ്ടീഷൻസ് ആണ് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഗോയിറ്റർ എന്നുള്ള 3 കണ്ടീഷനാണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോക്സിൻ്റെ അളവ് കൂടുന്നതാണ്. ഹൈപ്പോ തൈറോയിഡിസം തൈറോക്സിൻ്റെ അളവ് കുറയുന്നതാണ്. ദെൻ ഗോയിറ്റർ എന്ന് പറയുന്ന അയഡിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസോർഡേഴ്സ് കാരണമൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ മാൽ ഫങ്ഷനിങ് കാരണം ഉണ്ടാകുന്ന ഡിസീസാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിലാണെന്നുണ്ടെങ്കിൽ മെറ്റബോളിസം കൂടുന്നുണ്ട്, അതുപോലെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്വെറ്റിംഗ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആങ്സൈറ്റി കൂടുന്നുണ്ട്, വെയിറ്റ് ലോസും ആണ് അവിടെ പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ മെറ്റബോളിസം കുറയുന്നുണ്ട്, ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ബോഡി വെയിറ്റ് ഗെയിൻ ആണ്, ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ഫാറ്റിഗ് എന്താണ് നമ്മളെ ക്ഷീണം കൂടുന്നുണ്ട്, ഇൻടോളറൻസ് ടു കോൾഡ് ഒന്നും തണുപ്പൊന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഗോയിറ്റർ വരുമ്പോൾ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് സ്വെല്ലിംഗ് ഇൻ ദ നെക്ക് റീജിയനും അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ swallowing ആണ്. അപ്പോൾ ഹൈപ്പോ ഒരാൾ മെലിഞ്ഞിരിക്കുന്ന ആൾ പെട്ടെന്ന് തടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേ ബി ഹൈപ്പോ തൈറോയിഡിസം ആവാം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ മേ ബി പെട്ടെന്ന് തടിച്ചിരിക്കുന്ന ആൾ പെട്ടെന്ന് മെലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാനൊക്കെ ചാൻസസ് ഉള്ള കുറച്ച് സിംറ്റംസ്, ഈ സിംറ്റംസ് ഒക്കെ തന്നിട്ട് ഇയാൾക്ക് എന്ത് അസുഖമാണ് വരുന്നത്, അപ്പോൾ ഇയാളെ കണ്ടീഷൻ, അയാളെ ബ്ലഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാവാം. ഇപ്പോൾ ഒരു ഹൈപ്പർ തൈറോയിഡിസ് ഉള്ള ആളെ ബോഡിയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് തൈറോക്സിൻ്റെ അളവ് ബ്ലഡ് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് തൈറോക്സിൻ്റെ അളവ് നോർമൽ ഇത്രയാണ്, എന്നിട്ട് ഇതിനേക്കാൾ കൂടുതലുണ്ട്, അപ്പോൾ എന്താണ് അസുഖം എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റം ഹൈപ്പർ തൈറോയിഡിക് ആയിട്ടുള്ള ഒരാളതിൽ എന്തൊക്കെ സിംറ്റംസ് അവിടെ കാണാം, അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ സിംറ്റംസ് തന്നിട്ട് അസുഖം ചോദിക്കാം, അല്ലെങ്കിൽ അസുഖം തന്നിട്ട് സിംറ്റംസ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഒരാളതിൽ എക്സസീവ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഉണ്ട്, അയാൾ അസുഖം എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് കാണിക്കാം എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന് മുന്നേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.